വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം മകളെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു പിതാവ്. എടാ പന്നി, ആ കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ നിനക്ക് എങ്ങനെയാടാ മനസ്സ് വന്നത്? കുടുംബ സംവിധാനത്തിൽ പോലും സ്വന്തം മക്കൾക്ക് സുരക്ഷിതത്വം ഇല്ലാതായിരിക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഞെട്ടിക്കുന്ന വാർത്തകളും വേദനിക്കുന്ന കാഴ്ചകളുമാണ് സോഷ്യൽ മീഡിയയിലൂടെ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പ്രധാന ഉറവിടം ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം തന്നെയാണ്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മുടെ സർക്കാരിനറിയാം. എന്നിട്ടും ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നതിനോ ഇതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ നിരോധിക്കുന്നതിനോ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സർക്കാരിന് മനുഷ്യ ജീവനേക്കാൾ അവർ വില കൊടുക്കുന്നത് പണത്തിനായതുകൊണ്ട്. നമ്മുടെ സംസ്ഥാന വരുമാനത്തിൻ്റെ പകുതിയോളം ഭാഗം ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയിലൂടെയാണ് സർക്കാരിന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ആര് ചത്താലും, ആര് തമ്മിൽ തല്ലിച്ചത്താലും, ആരെ വെട്ടിക്കൊന്നാലും സർക്കാരിന് യാതൊരുവിധ ചുക്കുമില്ല എന്നുള്ള രീതിയിലാണ് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിയമം വെറും നോക്കുകുത്തിയായി നോക്കി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എൻ്റെ മിക്ക വീഡിയോകളിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അതേ കാര്യം ഞാൻ ഇവിടെയും ആവർത്തിക്കുകയാണ്. നമുക്ക് നീതി വേണമെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒന്നിച്ച് രംഗത്തിറങ്ങി ഇവനെപ്പോലുള്ള പരമചെറ്റകളെ പിടിച്ചിറക്കി പബ്ലിക്കിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പരസ്യമായി പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊന്നേക്കണം. ഇവനൊന്നും സമൂഹത്തിൽ ജീവിക്കാൻ യാതൊരുവിധ അർഹതയും ഇല്ലാത്തവനാണ്. നമ്മുടെ നിയമവ്യവസ്ഥ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊലപാതകികൾക്കും കഞ്ചാവ് മാഫിയ സംഘങ്ങൾക്കും സന്തോഷത്തോടെ കഴുത്തിലണിയാവുന്ന പൂമാലയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കുള്ള നീതി നമ്മൾ കണ്ടെത്തിയേ മതിയാവൂ. ഇല്ലെങ്കിൽ വരും തലമുറകൾക്ക് ഇവിടെ ജീവിക്കൽ വളരെ ബുദ്ധിമുട്ടാവും.